ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഡേറ്റ്സ് പ്ലം കേക്ക് തയ്യാറാക്കാം. ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്കൊരു പാനിലേക്ക് കുരു കളഞ്ഞ 1 കപ്പ് ഡേറ്റ്സും അത് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് പാലും കൂടി ചേർക്കാം. ഡേറ്റ്സ് ഒന്ന് നിരത്തി നോക്കിയപ്പം പാല് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആകെ 1 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കാൻ വെക്കാം. ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 2 മിനിറ്റ് മതിയാവും. അപ്പോഴേക്കും ഡേറ്റ്സ് സോഫ്റ്റ് ആയി കിട്ടും. പാല് തിളയ്ക്കണ്ട, അതിന് ചെറിയ കുമിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനിയും ക്യാരമൽ ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇടാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര നല്ലപോലെ അലിഞ്ഞ് ഒരു ഡാർക്ക് ബ്രൗൺ നിറമാകുമ്പോൾ 1/4 കപ്പ് ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കയ്യിലൊന്നും തെറിച്ച് വീഴാതെ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാൻ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം പാലിൻ്റെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ജാറിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുത്തൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് റിഫൈൻഡ് ഓയിലും 3/4 ടീസ്പൂൺ വാനില എസൻസും നേരത്തെ തണുക്കാൻ വെച്ച കാരമൽ സിറപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 നുള്ള് ഗ്രാമ്പൂ പൊടിച്ചതും 1 നുള്ള് ജാതിക്ക പൊടിച്ചതും 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് അരിച്ചെടുക്കാം. പൊടി നന്നായി യോജിക്കുന്നത് വരെ നമുക്കിത് സാവധാനം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് കറുത്ത മുന്തിരിയും 1/4 കപ്പ് ഗോൾഡൻ കിസ്മിസും 1/4 കപ്പ് ചോപ്പ് ചെയ്ത നട്ട്സും 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഡേറ്റ്സുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് പതിയെ ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ ബാറ്റർ കട്ടിയുള്ള എന്നാൽ ഒഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അഥവാ നിങ്ങൾ ചെയ്യുമ്പം ഇത് കട്ടിയായി പോയാൽ കുറച്ച് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇനി ബേക്കിംഗ് ടിൻ തയ്യാറാക്കാനായിട്ട് ആദ്യം ടിന്നിൻ്റെ അകത്ത് എണ്ണ പുരട്ടി ഒരു ബട്ടർ പേപ്പർ വെച്ച ശേഷം ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കുറച്ച് എണ്ണയോ നെയ്യോ പുരട്ടാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. ടിന്നിൻ്റെ 1/4 ഭാഗം മാത്രമേ ബാറ്റർ ഒഴിക്കാവൂ. കാരണം കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ അത് പൊങ്ങി വരും. ബാറ്ററിലുള്ള എയർ ബബിൾസ് പോകാനായി ടിന്ന് കുറച്ച് തവണ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായി കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കേക്കിൻ്റെ മുകളിൽ വെക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായി 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാനിലേക്ക് ഒരു റിങ് ഇട്ട ശേഷം നമ്മുടെ ടിന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഇത് അടച്ച് വെച്ച് 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നീട് 20-25 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലും വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 55 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നോക്കാം. ടൂത്ത് പിക്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കേക്ക് നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ അവനില്ലാതെ രുചികരമായ നമ്മുടെ ഡേറ്റ്സ് പ്ലം കേക്ക് തയ്യാറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്ര സോഫ്റ്റ് ആണെന്ന്. വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.